നമ്മൾ മാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു മൂന്നാൾക്കാരെ ഒത്തു കിട്ടിയപ്പോൾ ഞാൻ നല്ലൊരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ച്. സ്ഥലപരിമിതിയൊക്കെ ഉള്ള ആൾക്കാർക്ക്, വീട്ടിലൊക്കെ മാവ് വെച്ച് വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ടോപ്പ് 10 മാവുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയും? അത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാണ്, മാവുമായി വളരെ അത്ര പരിചയമില്ലാത്ത ആൾക്കാരാണ്, സാധാരണക്കാരാണ്. ഒരുവിധം ടേസ്റ്റുള്ള മാങ്ങകളൊക്കെ കിട്ടിയാൽ ഹാപ്പിയാണെന്നൊക്കെ ചോദിക്കാൻ പറയുന്നവർക്ക് നമുക്ക് സിന്ദൂരം പറയാം, കാലപ്പാടി പറയാം, ജഹാംഗീർ പറയാം, നമ്മുടെ നീലം പറയാം, നമ്മുടെ നാട്ടിലെ തന്നതായിട്ടുള്ള കല്ലുകെട്ടിയുടെ വെറൈറ്റികൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രീഷ, സെലീനാസ് ഗോൾഡ് പോലുള്ള വെറൈറ്റികൾ പറയാം. ഇത് പിന്നെ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഇതാണ്. പക്ഷെ നമുക്കൊരു ടോപ്പ് 10 പറയാന്ന് പറയുമ്പോൾ ഈ ഇതിൽ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാവും. ചിലത് ഈ ഫീൽഡിൽ വളരെയധികം ക്വാളിറ്റി നോക്കുന്ന ആളുകളുണ്ടാവും. ഏറ്റവും നല്ല വെറൈറ്റി, ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി, കായെണ്ണം കുറവാണെങ്കിലും എനിക്ക് ക്വാളിറ്റി മതി എന്നുള്ള. അപ്പൊ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് ഇമാ ബസന്ത്, മല്ലിക പോലുള്ള ഹൈ ക്വാളിറ്റി മാങ്ങകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുറെ വെറൈറ്റികളുണ്ട്. ഇപ്പൊ ഫ്ലോറിഡയുടെ കുറെ വെറൈറ്റികൾ USA നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പൈനാപ്പിൾ പ്ലഷർ, പിക്കറിംഗ്, ലെമൺ സെസ്റ്റ്, ഓറഞ്ച് എസൻസ്, ഇങ്ങനെയുള്ള കുറെ വെറൈറ്റികൾ, ഷുഗർ ലോഫ്, ഇങ്ങനെ കുറെ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതും നമ്മുടെ നാട്ടിലെ പല വെറൈറ്റികളെക്കാളും സുപ്പീരിയർ ക്വാളിറ്റിയാണ്. അപ്പൊ ഇത് ലിസ്റ്റ് എന്തായാലും പെർമനന്റ് അല്ല. ഇന്നത്തെ ലിസ്റ്റ് അല്ല നാളത്തെ ലിസ്റ്റ്. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്നിപ്പോ നമ്മൾ ടോപ്പ് മാങ്ങകൾ നിർബന്ധമായിട്ടും വെക്കണം എന്ന് പറയുന്ന പല മാങ്ങകൾ ഉണ്ടാവും. അത് ചിലർക്ക് റീജിയണൽ ആയിരിക്കും. ഇപ്പോ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുമ്പോൾ കോട്ടർക്കോണം, അത് എറണാകുളം നമ്മുടെ കൊല്ലം ആലപ്പുഴ സൈഡിലേക്ക് വരുമ്പോ അവിടുത്തെ ഒരു കർപ്പൂരം, എറണാകുളത്തേക്ക് വരുമ്പോ അത് കല്ലുകെട്ടി, തൃശ്ശൂർ വരുമ്പോ അത് കൊളമ്പായി, മലപ്പുറം കോഴിക്കോട് വരുമ്പോ മലപ്പുറത്തേക്ക് വരുമ്പോ കോമാങ്ങ, ചേലോളൂർ കാലിക്കറ്റിലേക്ക് വരുമ്പോ കുറ്റിയാട്ടൂർ, കണ്ണൂർ, അങ്ങനെ നോർത്തിലേക്ക് പോകുമ്പോൾ മാറി. നമ്മള് ഇപ്പോ നോർമലായിട്ട് ഇതിനെ കുറിച്ച് വലിയ ഐഡിയകളൊന്നും ഇല്ല, എന്നാലും വീട്ടുമുറ്റത്തൊരു മാവ് കായ്ക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നടാൻ പറ്റിയ ഒരു 5 വെറൈറ്റി ഒറ്റടിക്ക് പറയാം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ലിസ്റ്റ്. ഇത് രണ്ടാമത്തെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂരിൽ കൊളമ്പ് മാങ്ങ ചെറുപ്പം മുതലേ കഴിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതായിരിക്കും അത് വൺ ഓഫ് ദ ബെസ്റ്റ് വെറൈറ്റി ആയിരിക്കും. അപ്പോ ആ നാട്ടിൽ അതാ പറഞ്ഞ പ്രാദേശികമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി ഉള്ള ആളുകൾ ഇത്തരം വെറൈറ്റികൾ ആദ്യം വെക്കുക. മനസ്സിലായി? ഇപ്പൊ കോഴിക്കോടുള്ള ആൾക്ക് ഒരു ചേലൻ ഒളോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചേലൻ പറയുന്ന വെറൈറ്റി ഭയങ്കര പോപ്പുലർ. അപ്പൊ പണ്ടാരക്കണ്ടി പണ്ട് മുതലേ ചെറുപ്പം മുതലേ നമ്മൾ കഴിച്ചു വരുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള വടകര ഭാഗത്തുള്ള ഒരു വടകര ഉള്ളവർ അവർ ചേലനാണ് വടകര ഉള്ളവർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അത് കഴിഞ്ഞിട്ടേ വേറെ മാങ്ങയുള്ളൂ. തൃശ്ശൂർ സൈഡിലേക്ക് വരുമ്പോൾ പിന്നെ തൃശ്ശൂർ കുറെ മണ്ണുത്തി ആദ്യം നേഴ്സറികളുണ്ട്, പല വെറൈറ്റികൾ ഒട്ടുതൈകൾ അവർ വെച്ച് ശീലിച്ചുകൊണ്ട് പലതും അവർ ഓക്കെയാണ്. ട്രിവാൻഡ്രം സൈഡിൽ ഏറ്റവും വില കിട്ടുന്ന വെറൈറ്റിയാണ് കോട്ടർക്കോണം. കിലോ 200-300 രൂപ അവിടെ വിൽക്കും. മല്ലിക പോലും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി അത്ര അതിന് താഴെ റേറ്റിനാണ്. അത് വേറെ എവിടെയും കിട്ടൂല. അത് റീജിയണൽ അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ വെക്കുമ്പോൾ ഇതുപോലത്തെ ഈ വെറൈറ്റികളൊക്കെ നമ്മുടെ ഈ ലോക്കൽ വെറൈറ്റീസ് ഒക്കെ അഷുറൻസ് ബാങ്കാണ്. അവരെ എല്ലാ കൊല്ലവും കായ്ക്കും. കോട്ടർക്കോണായാലും അല്ലെ, കൊളമ്പ്, മൂവാണ്ടൻ, ഇവരൊക്കെ എല്ലാ കൊല്ലവും കായ്ക്കും. ഇങ്ങനത്തെ ഒരു വേറെ ഇപ്പൊ വീട്ടില് അത്യാവശ്യം ഒരു മാങ്ങ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്ന് നിർബന്ധമായിട്ടും വെക്കാം. കാരണം അത് കാക്കക്കും പൂച്ചക്കും കോഴിക്കും നമുക്ക് കറിക്കും പഴുത്ത പഴമായിട്ടും എല്ലാവർക്കും നാട്ടുകാർക്ക് അയൽവാസിക്കൊക്കെ കൊടുക്കാം. പക്ഷെ നമുക്ക് ക്വാളിറ്റിയാണ് നമ്മുടെ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അതില് ടേസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ബിരിയാണി എന്തിനാ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്? ടേസ്റ്റാണ്. ഇപ്പൊ നമ്മള് മീറ്റ് വാങ്ങുമ്പോ മീൻ വാങ്ങുമ്പോ മത്തി ഉണ്ടാവും, 1000 രൂപയുടെ ഐക്കൂറ ഉണ്ടാവും. എന്തിനാ ഐക്കൂറ 1 കിലോ? നല്ല മീൻ തന്നെയല്ലേ? അപ്പൊ സെയിം അതേപോലത്തെ ടേസ്റ്റ് പ്രിഫറൻസ് നോക്കുമ്പോ ചിലപ്പോ ക്വാണ്ടിറ്റി കുറയും. ഹിമാവസന്ത് വെക്കാം, ചാലപ്പാടി വെക്കാം, മല്ലിക കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കായ്ക്കാൻ, നല്ല ലേറ്റ് ആവുന്നുണ്ട്. 5-6 വർഷം ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ പല വെറൈറ്റി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ശരിക്കുള്ള ചക്കരക്കുട്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞങ്ങൾ വെച്ചിട്ടില്ല. ചന്ദ്രകാരൻ വൺ ഓഫ് ദി ഗുഡ് വെറൈറ്റി, സക്കിംഗ് വെറൈറ്റി, മാംഗോ ടൈപ്പിൽ പെടുന്നതാണ്. ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ പറ്റൂല. മുട്ടി കുടിക്കാൻ അതിൽ പെട്ട കോമാങ്ങന്റെ ഒക്കെ പോലെ ഉള്ളിൽ ലൂസാണ്. പക്ഷെ അതിൽ കാലാപ്പാടി വെരി വെരി ഫൈബർലെസ് ആണ്, ഹൈ സ്വീറ്റ് ആണ്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാവ് ഏതാന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ പറയാം കാലപ്പാടി. ഇപ്പൊ കുറച്ച് മൂപ്പ് കുറഞ്ഞാലും അത് മാനേജ് ചെയ്യും. പിന്നെ നല്ലോണം കായ്ക്കും ചെയ്യും. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്മളെ വീട്ടിൽ വെച്ചാൽ മറ്റ് വെറൈറ്റികൾ ഇപ്പൊ സിന്ദൂരം പോലെ അല്ലെങ്കിൽ കൊളമ്പിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കായപിടുത്തം കുറവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഒരു വീട്ടില് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച്
പവർ കുറവാണെന്നുള്ളൂ, കൊമ്പുകൾക്ക് കൊമ്പുകൾ, അതെ. സ്ട്രെങ്ത് കുറവാണ്. പിന്നെ ലേറ്റ് സീസൺ ആണെങ്കിൽ ഇത് നമ്മുടെ നേരെ ഫ്രണ്ടിൽ തന്നെ നീലം. ഇതൊരു മെയ് ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോഴാണെങ്കിൽ ഈ സാധനം അപ്പൊ കണ്ണിമാങ്ങയായിരിക്കും. കണ്ണിമാങ്ങ ഉണ്ട്, ഫ്ലവർ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് ലേറ്റ് സീസൺ ആണ്. അപ്പൊ സീസൺ വൈസ് നമുക്ക് വീട്ടിലേക്ക് വെക്കാന്ന് പറയുമ്പോഴേ ഏർലി സീസൺ വെക്കുന്ന നോർമലായിട്ട് വരുന്ന സിന്ദൂരം, ജഹാംഗീർ, അങ്ങനത്തെ വെറൈറ്റികള് സിന്ദൂരൊക്കെ ഈ കാലാവസ്ഥയിലെല്ലാം മിഡ് സീസൺ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും പഴം മെച്ചൂർ ആവും ലാസ്റ്റ് മെയ് വരെ. ഇത് ഇപ്പൊ ഈ ടോപ്പ് 10 ലിസ്റ്റ് എപ്പോഴും ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ, അയാളുടെ കൺസേൺ അനുസരിച്ചിട്ടാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇപ്പൊ ഈ കാലാപ്പാടി, നീലം, ഈ പറയുന്ന ജഹാംഗീർ, സിന്ദൂരം, ഇതൊക്കെ ഇറ്റ്സ് ഫൈൻ. കുളമ്പിന്റെ പ്രശ്നം ചനുക്കത്ത് കൂടുതലുണ്ടാവും. ചെറിയൊരു സ്മെല്ലും ഉണ്ട്. ഒരു റീജിയനും അതിനൊരു വലിയൊരു ഫാക്ടർ. റീജിയൻ കുളമ്പ് നല്ല പ്രതിരോധ ശേഷിയുള്ള മാവാണ്. നല്ല കാലാപ്പാടിക്ക് പുഴുക്കേടിന്റെ പ്രശ്നമില്ല. അപ്പോ പിന്നെ പുഴുക്കേടും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ റീജിയൻ വൈസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞു, കേരളത്തിൽ തന്നെ 10-12 ടൈപ്പ് സോയിൽ ഉണ്ട്. അതെ അതെ, പല ടൈപ്പ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, റെയിൻഫോൾ കൂടുതലുള്ളവരുണ്ട്. ഇപ്പൊ ചില കോട്ടയം ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ റെയിൻഫോൾ കൂടുതലാണ്. പാലാ ബെൽറ്റ്. അപ്പൊ അവിടെ മാവിന്റെ പെർഫോമൻസ് കുറവാന്ന് പറയുന്നു റിലേറ്റീവ്ലി നമ്മളിവിടെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള മറ്റു വെറൈറ്റികൾ അവിടെ ഉണ്ടാവും. പക്ഷെ ഈ അങ്ങനെയുള്ള ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പിന്നെ വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴുള്ള അല്ലെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പ് 10 എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അപ്പൊ ടോപ്പ് 10 മാംഗോ എന്നൊരു ലിസ്റ്റില് ഭയങ്കരം ഒരു റിസ്ക് ഉള്ളതാണ്. അപ്പൊ എനിക്ക് ഇവരോട് ഇന്ന് സംസാരിച്ചെന്ന് മനസ്സിലായത് ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ, അയാളെ കൺസേൺ അനുസരിച്ചിരിക്കും. അയാൾക്ക് നല്ല ടേസ്റ്റ് വേണോ, അല്ലെങ്കിൽ നല്ല ഭംഗി വേണോ, അല്ലെങ്കിൽ കൂടുതൽ കായ്ഫലം വേണോ, അല്ലെ 1-2 കായാണെങ്കിലും നല്ല ഭംഗി ഇത് വീട്ടിലിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന. അത് ടോപ്പ് 10 എന്ന് പറയുന്നേക്കാൾ നല്ല 10 വെറൈറ്റി, നല്ല 10 വെറൈറ്റി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ ഇത് ഈ പറഞ്ഞ വെറൈറ്റി നമ്പർ ഇടണ്ടെന്നുള്ളതാണ്. നല്ല 10 വെറൈറ്റി, നല്ല 10 വെറൈറ്റി ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ വേറെ നല്ല 10 വെറൈറ്റികൾ വേറെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് അത്യാവശ്യം നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ ഫ്രൂട്ട് റിവ്യൂ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പലരും നമ്മൾക്ക് ചെയ്ത ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് പ്രൊഫൈൽ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുവിധം സാധിച്ചു. ഒരുവിധേ പറ്റുള്ളൂ. കാരണം ബ്രിക്സ് നമുക്ക് മധുരം ബ്രിക്സിൽ അളന്ന് കാണിക്കാം. അതിന്റെ സ്മെല്ല്, ഫ്ലേവർ, മറ്റ് ഓവറോൾ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് ആളുകൾക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ പലർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുമായി ബേസ് ചെയ്തിട്ട് പലരും ഇനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷം നമുക്കുണ്ട്, അത് കാണുന്നവർക്കുണ്ട്. ആൾക്കാർ ഫ്ലേവറിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വലിയൊരു മാറ്റം. ഈ ടോപ്പ് 10 എന്ന് പറയുന്നേക്കാളും ഇപ്പൊ നമുക്ക് ഒരു ടേസ്റ്റ് പ്രൊഫൈൽ, ഇപ്പൊ ഫ്രൂട്ട് പഞ്ചിന്റെ റിവ്യൂ ചെയ്തു, ഓക്കെ, അതിന്റെ ടേസ്റ്റ് പ്രൊഫൈൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇങ്ങനെ എങ്ങനെയാണ്, ഓക്കെ, ലെമൺ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു ഇങ്ങനെ. അപ്പൊ നിങ്ങളെ പ്രയോറിറ്റി അതിലുണ്ടോ? അതാണ് അതിന്റെ നമ്മള് നമ്പറിംഗ് അല്ലേ. ഞാനാണ് ശരിക്കും നമ്പർ ചെയ്യേണ്ടത്. എനിക്ക് എന്താണ് പ്രയോറിറ്റി, അതിനനുസരിച്ച് എനിക്ക് പ്രയോറിറ്റി അതിലുണ്ടോ? ഈ 10 മാങ്ങകള് നിങ്ങൾക്ക് ഫുൾ സിട്രസ് നോട്ട്സ് ആണുള്ള മാങ്ങകളാണ് ഇഷ്ടം, ഓക്കെ, അതിൽ സിട്രസ് നോട്ട് വരുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റി ഏറ്റവും ഹയസ്റ്റ് സ്വീറ്റ് ആണ്, 25 അബോവ് ബ്രിക്സ് ആണ്, ഓക്കെ, ഇന്ന ലിസ്റ്റ് അതിലുണ്ടോ, അത് നോക്കി എടുക്കാൻ പറ്റും. അല്ല എനിക്ക് പുഴുക്കേടല്ല, എന്റെ പ്രയോറിറ്റി പുഴുക്കേട് മാത്രമാണ്, മാങ്ങ ടേസ്റ്റ് ഉള്ളതിലും കുഴപ്പമില്ല, ഓക്കെ, ഇന്നതിന് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു ഡാറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ആളുകൾക്ക് അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു 10 ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു കോംപ്ലിക്കേഷൻ ആണ്. ഡിപ്പെൻഡ് ഓൺ പേഴ്സൺ, അയാളുടെ ചോയ്സിനനുസരിച്ചിട്ടാണ്. ഇതിൽ നിന്ന് ഒരു ചെറിയ ഉത്തരം നിങ്ങൾക്ക് തരാനുള്ളത്. അതിന് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ്, അത് ഓരോരുത്തരുടെ കൺസേണും മാറും. ഒരു ചെറിയ ലിസ്റ്റ്, കോമൺ ആയ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ലിസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്.